ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എംബ്രോയ്ഡറി വീഡിയോ അല്ല. തമ്പനെയിലിൽ കണ്ട പോലെ നിങ്ങളുടെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മളിതുപോലെ നോർമൽ നീഡിൽസ് ഈ ഒരു 4 ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 4 തരത്തിലുള്ള നോർമൽ നീഡിലുകളാണിത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ ഞാൻ എടുത്തേക്കണത് ഇതുപോലെ നല്ല ഹോൾ വലിപ്പമുള്ള ഒരു വലിയൊരു നീഡിലാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ നീഡിലുകളുടെ നമ്പർ പറയാമോ എന്ന് ചോദിച്ചാൽ അത്ര കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഹോൾ വലിപ്പമുള്ള ഒരു സൂചിയാണെങ്കിൽ അതിനകത്തൂടെ നമുക്ക് ത്രെഡ് കടന്നു പോവുള്ളൂ. അപ്പോൾ ആ ത്രെഡ് കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഹോൾ വലിപ്പമുള്ള സൂചി തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ നൂല് ആങ്കർ ത്രെഡാണ് കടത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൂചി, അതായത് നമ്മുടെ ഈ ഒരു ത്രെഡ് സാധാരണ തയ്ക്കുന്ന ത്രെഡ് ഒരു ത്രെഡ് മാത്രം കടന്നു പോകുന്ന ഹോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ നീഡിൽ. ആ നീഡിലിൻ്റെ നമ്പർ ഞാൻ പറയാം. നീഡിൽ നമ്പർ 10 ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഏറ്റവും വലിയ സൂചി എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ റിബൺ വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റിബൺ നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പമുള്ള ഹോൾ വലുപ്പമുള്ള ഒരു നീഡിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചോദിച്ചിട്ട് തന്നെ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇത് നമ്മൾ നേരിട്ട് കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കടത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്കിത് കടത്തി കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലും വലിയ വലുപ്പമുള്ള റിബണാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കടത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു സൂചി തന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ രീതിക്കുള്ള 4 സൂചികളാണ് നമ്മൾ സാധാരണയായിട്ട് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാണാം ആരി സൂചി. നമുക്ക് ആരി സൂചി കൊണ്ട് ചെയ്യുന്ന വർക്കുകൾ കാണിച്ചു തരാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂചി കാണിച്ചു തരാമോ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ആൻസറാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ആരി സൂചി ഇരിക്കുന്നത് കേട്ടോ. ഈ സൂചിയുടെ അറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ജസ്റ്റ് ഒരു ഫോൾഡ് ഉണ്ട്. ഇങ്ങനെയൊന്ന് മടങ്ങിയാണ് ഇരിക്കണത്. ഇതുകൊണ്ടോ ഈ ഒരു രീതിയിൽ നിന്നാണ് അടുപ്പിച്ച് കാണിച്ചു തരുന്നത്. ഇതുപോലെയാണ് ആരി സൂചി ഇരിക്കണേ. ഇങ്ങനെ നമ്മൾ നേരെ തുണിയിലേക്ക് താഴേക്ക് ഇതുപോലെ കുത്തി അങ്ങ് കൊടുക്കുകയാണ് ഈ സൂചി ചെയ്യണത്. അപ്പോൾ ഇതും ഒരു ആരി സൂചിയാണ്. ഇത് വേറൊരു രീതിയിൽ ഇച്ചിരി കൂടെ വലുപ്പമുള്ള ഒരു ആരി സൂചിയാണ് കേട്ടോ. അപ്പോൾ ആരി സൂചി ഇതാണ്. നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരൊന്ന് കണ്ടോളുക. അപ്പോൾ ഇത് മാത്രമല്ല പല തരത്തിലുള്ള ആരി സൂചീസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തുണിയിൽ ഇതുപോലെ കുത്തി കൊടുത്താണ് ഇത് തയ്ച്ചെടുക്കണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ആരി സൂചി കൊണ്ട് തയ്ക്കണതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ആരി സൂചിക്കും പല സൈസുകളുണ്ട്. അപ്പോൾ പല വലുപ്പത്തിലുള്ള സൂചികൾക്കും പല സൈസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കയ്യിൽ 2 ചെറുതും ഒരു വലുതും ഉണ്ട്. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നൂലിൻ്റെ ഒരറ്റത്തൊന്ന് ത്രെഡ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ താഴേക്ക് വയ്ക്കുക. നൂല് കയ്യിൽ പിടിച്ചിട്ട് താഴേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് ഈ ഹൂപ്പ് വയ്ക്കണത്. അപ്പോൾ നമ്മൾ ഹൂപ്പ് വെച്ചിട്ട് നമ്മൾ സൂചി ഇതുപോലെ താഴേക്ക് കുത്തി കൊടുത്തിട്ട് നമ്മൾ താഴെ വശത്ത് പിടിച്ചേക്കുന്ന നൂല് കൈകൊണ്ട് ആ സൂചിയിൽ ഒന്ന് ഉടക്കി കൊടുത്തിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അതുപോലെയാണ് നമ്മൾ ആരി വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളിതുപോലെ സൂചി ഒന്ന് താഴേക്ക് കുത്തി കൊടുക്കാം. ഇതേസമയം നമ്മുടെ കൈകളിൽ ആ ഒരു നൂല് പിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അത് നമ്മുടെ സൂചിയുടെ അറ്റത്ത് വളഞ്ഞിരിക്കുന്നിടത്തൊന്ന് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പൊക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നൂല് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നൂലിനുള്ളിലൂടെ തന്നെ സൂചി ഇതുപോലെ കുത്തിയിട്ട് വേണം താഴേക്ക് അടുത്തതൊന്ന് കുത്തി കൊടുക്കാനായിട്ട്. വീണ്ടും നമ്മളിത് താഴേക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ താഴെ കയ്യിലിരിക്കുന്ന നൂല് ഇതിൽ ഉടക്കി കൊടുക്കണം. അതിനുശേഷം ഈ നൂലിനുള്ളിലൂടെ ഇതുപോലെ പൊക്കിയെടുക്കണം. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഈ ഒരു രീതിക്കാണ് നമ്മൾ ആരി വർക്ക് ചെയ്യണത്. ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു വർക്കല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ആരി വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ആരി സൂചി കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനി ബാക്കിൽ എങ്ങനെയാണ് വരുന്നതെന്നും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ നൂലിനുള്ളിലൂടെയും ഇതുപോലെ കോർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലൂടെ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിലൂടെ നമ്മൾ ബീഡ്സ് ഇട്ടിട്ടാണ് കോർത്തെടുക്കണം. ഇതാകുമ്പോൾ നമ്മളിപ്പം കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് കുത്തി കൊടുക്കുന്നത്. ബീഡ്സ് ആകുമ്പോൾ അടുപ്പിച്ചാണ് കുത്തിയെടുക്കേണ്ടത്. അപ്പം നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നൂല് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സൂചി നമ്മളിതുപോലെ കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ അറ്റത്തിൽ നമ്മൾ വളഞ്ഞ് നിൽക്കണം കേട്ടോ. ഇത് നമ്മളിതുപോലെ ഒന്ന് ഉടക്കി കൊടുക്കുക. അതിന് ശേഷം മേളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ഈ രീതിക്കാണ് നമ്മളിത് നൂല് സൂചിയിൽ ഉടക്കി മേളിലേക്ക് എടുക്കുന്നത്. ഈ രീതിക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നമ്മൾ കയ്യിൽ
നൂല് പിടിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നല്ല രീതിയിൽ അത് സ്റ്റിക്ക് ചെയ്ത് മുകളിലേക്ക് ഇടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്, മുകളിലേക്ക് നൂല് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത വശം ഫ്രണ്ട് വശം കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ഇതുപോലെ നൂല് പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊക്കിയെടുക്കുമ്പം ഓരോ തവണയും നമ്മൾ ലോക്ക് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രീതിക്ക് നമ്മൾ വീണ്ടും ആ നൂല് കൈവിടാതെയാണ് കുത്തി താഴോട്ട് കൊടുക്കുന്നത്. നമ്മൾ കുത്തിയെടുത്തിട്ട് ഇതേപോലെ നൂല് ഇതുപോലെ ഉടക്കിയെടുക്കുക, മുകളിലേക്ക് വലിച്ചെടുക്കാം. ഇത് സംഭവം എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ ആരി വർക്ക് വരുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ബീഡ്സ് കോർക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചവർക്ക് അറിയാൻ വേണ്ടി മാത്രം കാണിച്ചു തരുന്നതാണ്. ഈ രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നമ്മൾ ആദ്യമേ സൂചിയിൽ ഇതുപോലെ മുകളിലേക്ക് മുത്തൊന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നല്ല ഒരുപാട് മുത്തുകൾ കോർത്തെടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ആ രീതിക്ക് തന്നെ കോർത്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കട്ട് ബീഡാണ് കോർത്തെടുത്തിരിക്കണേ. ഇനി നമ്മൾ നേരെ താഴെ നീ കുത്തിയെടുത്ത ആ നൂല് ഈ ബീഡിനുള്ളിലൂടെ വേണം മുകളിലേക്ക് പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ആ നൂല് മുകളിലേക്ക് ഒന്ന് പൊക്കിയെടുക്കുകയാണ് ചെയ്യണത്. ആ പൊക്കിയെടുക്കുന്നത് ഈ ബീഡിനുള്ളിലൂടെ കടന്നു വരണം. ഇനി നമ്മളിത് വീണ്ടും താഴേക്ക് കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് വരാതെ തന്നെ വേണം കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാണ്ട് കുത്തിയെടുത്ത് വീണ്ടും നൂല് പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഒരു നൂല് മുത്തൊന്ന് കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ജസ്റ്റ് താഴേക്ക് ആ ഒരു സൂചിയിൽ മുത്ത് കോർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിന് ശേഷം നമ്മൾ പൊക്കിയെടുത്ത ആ നൂലിൻ്റെ ഉള്ളിലൂടെ തന്നെ വേണം താഴേന്ന് അടുത്ത നൂല് കടത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് അത്ര സിമ്പിളല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചോദിച്ചവർക്ക് നമ്മൾ കാണുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ തോന്നും. നമ്മളെ ബൊട്ടീക്ക് വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ആൾക്കാർ ഇത് കുത്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാലത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് എളുപ്പമുള്ള കാര്യമാണ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ തവണ ഈ നൂല് കടത്തിയെടുക്കുമ്പോൾ അതിനുള്ളിലൂടെ തന്നെ അടുത്ത പോകുന്ന ആ നൂലിനുള്ളിലൂടെ തന്നെ വേണം കടത്തിയെടുക്കാനായിട്ട്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നോർമൽ നീഡിലൂടെ തന്നെ ചെയ്യുന്നതാണ് വളരെ എളുപ്പം. പറഞ്ഞ പോലെ ആരി വർക്കിൻ്റെ അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടിയെന്ന് വരില്ല, എങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഇത് നിങ്ങൾക്ക് ചോദിച്ചവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു തരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല പാടാണ്. അപ്പോൾ ഓരോ ബീഡ്സും ഇതേപോലെ നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോൾ ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് കോർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ബീഡൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീഡും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ നീഡിൽസിൻ്റെ നമ്മൾ എങ്ങനെയാണ് നീഡിൽ ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള നീഡിലാണ് വാങ്ങേണ്ടതെന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഈ നോർമൽ നീഡിൽ 4 സൈസിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ത്രെഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ ആ ത്രെഡ് കടന്നു പോകാനായിട്ടും വലുപ്പത്തിനുള്ള നല്ല ഹോൾ വലിപ്പമുള്ള ഒരു നീഡിലാണ് മേടിക്കേണ്ടത്. അത് നമ്മൾ അങ്ങനെ തന്നെ ചെന്ന് ചോദിച്ചാൽ അവർ കടക്കാർ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും ചെറിയ നീഡിൽ നമ്മൾ ബീഡ്സ് കടന്നു പോകാനായിട്ട് നീഡിൽ നമ്പർ 10 തൊട്ട് 12 വരെ ഏത് ബീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്